സ്കൂൾ വിദ്യാർത്ഥികളെ കൊണ്ട് അധ്യാപകരുടെ കാൽ കഴുകിച്ചതിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോടും പോലീസിനോടും വിശദീകരണം തേടി. വിദ്യാഭ്യാസ വകുപ്പും റിപ്പോർട്ട് സമർപ്പിക്കണം. അടിയന്തര സ്വഭാവത്തിൽ അന്വേഷിക്കണമെന്നാണ് നിർദ്ദേശം. സ്കൂൾ സമയമാറ്റത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയെ വിമർശിച്ച സമസ്ത. പ്രശ്നത്തിൽ മാന്യമായ സമീപനം സ്വീകരിക്കുന്നതിൽ സർക്കാർ വൈകിയെന്നും വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുനിന്നുള്ള ചില പ്രസ്താവനകൾ ചൊടിപ്പിച്ചെന്നും സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. സമസ്തയടക്കം ഏത് സംഘടനയുമായും ചർച്ച നടത്താമെന്ന് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. മതപഠനത്തിന് മറ്റൊരു സമയം കണ്ടെത്തണമെന്ന നിർദ്ദേശങ്ങളോട് കടുത്ത ഭാഷയിലാണ് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പ്രതികരിച്ചത്. സമുദായത്തിന്റെ വോട്ട് കൂടി നേടിയാണ് അധികാരത്തിലെത്തിയതെന്നും മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ മറുപടി സർക്കാർ നൽകണമെന്നും ആവശ്യപ്പെട്ടു. മന്ത്രി വി ശിവൻകുട്ടി മാന്യമല്ലാതെ ഇടപെട്ടു. സർക്കാർ മുസ്ലിം സമുദായത്തെ അവഗണിച്ചു എന്ന വികാരവും ജിഫ്രി തങ്ങൾ പ്രകടിപ്പിച്ചു. പിന്നെ നമ്മൾ സമയം കണ്ടെത്താന്ന് പറഞ്ഞാൽ ആകെ 24 മണിക്കൂറുള്ളൂ. അതിപ്പോൾ എങ്ങനെ വേറെ സമയം കണ്ടെത്താന്ന് പറഞ്ഞത്? പിന്നെ അതിന് മറുപടികളൊക്കെ മാന്യമായി പറയണം. ആര് പറയുകയാണെങ്കിലും മനസ്സിലായില്ലേ? ആര് സമരം ചെയ്തിട്ടും കാര്യമില്ല, എന്തും അംഗീകരിക്കില്ല എന്നൊക്കെ പലർക്കും പറയാമല്ലോ. അത് ശരിയല്ല. കടുത്ത വിമർശനം ഉയർന്നോടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ചർച്ചയ്ക്കുള്ള സന്നദ്ധത അറിയിച്ചു. ഏത് നിമിഷം വേണോ സമസ്തയ്ക്കോ പിന്നെ ഏത് സംഘടനയ്ക്കോ ചർച്ച നടത്തുന്നതിന് വേണ്ടി ഞാൻ തയ്യാറാണ്. ഏത് നിമിഷം ഏത് സമയം വേണമെന്ന് അവർ പറഞ്ഞാൽ മാത്രം മതി. ചർച്ചയെ സ്വാഗതം ചെയ്ത സമസ്ത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുനിന്നുള്ള ചില പ്രസ്താവനകൾ ചൊടിപ്പിച്ചെന്ന് വ്യക്തമാക്കി. മാന്യമായ സമീപനം സ്വീകരിക്കുന്നതിൽ സർക്കാർ വൈകിപ്പോയെന്നും തുറന്നു പറഞ്ഞു. ചർച്ചയ്ക്ക് വിളിച്ചാൽ നമ്മൾ ചർച്ചയ്ക്ക് തയ്യാറാണ്. ചർച്ച പരാജയപ്പെടുമോ അതോ വിജയിക്കുമോ എന്നുള്ളത് മറ്റൊരു കാര്യം. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള ചില പ്രസ്താവനകൾ ഉണ്ടാവുമ്പോൾ അത് നമ്മളും ചൊടിപ്പിക്കുമല്ലോ. ചർച്ചയ്ക്ക് സന്നദ്ധത പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ നേരത്തെ നിശ്ചയിച്ച സമര പരിപാടികൾ ചർച്ചകളുടെ ഫലത്തെ ആശ്രയിച്ചായിരിക്കും. ഇതിനിടെ സമസ്തയ്ക്കെതിരെ CPI അധ്യാപക സംഘടന AKSTU രംഗത്തെത്തി. സമയമാറ്റത്തിൽ പിന്നോട്ട് പോകരുതെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പ്രത്യക്ഷ സമരത്തിനും സംഘടന ഒരുങ്ങുകയാണ്. റിപ്പോർട്ടർ, കോഴിക്കോട്.